വളരെ പെട്ടെന്ന് പാർലമെന്റിലേക്ക് പോയാൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇരു സഭകളും ഇന്നത്തേക്കും പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം അദാനി വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച നടത്തണമെന്ന് ഇന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ആ അടിയന്തര പ്രമേയത്തിന് ചെവി കേൾക്കാതെ കാതുകൊൾക്കാതെ നിൽക്കുകയായിരുന്നു ഭരണപക്ഷം. നമുക്ക് നോക്കാം ഇന്ന് സഭയിൽ എന്താണ് സംഭവിച്ചതെന്ന്. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും. സിബി, വിശദാംശങ്ങൾ. വിനീഷ, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് രണ്ടാം ദിവസവും അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമായി. ചട്ടം 267 പ്രകാരം അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് ഇരു സഭകളും നൽകിയിരുന്നു. രാവിലെ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അത് ഇരു സഭകളിലെ അധ്യക്ഷന്മാർ ചർച്ചയ്ക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങുകയും വളരെ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ചെയ്തു. ആദ്യം 12 മണിവരെ നിർത്തിവെച്ച ഇരു സഭകളും പിന്നീട് 12 മണിക്ക് ചേർന്നപ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളം ശക്തമാവുകയും നാളത്തേക്ക് പിരിയുകയുമായിരുന്നു. എന്തായാലും തുടർച്ചയായി രണ്ടാം ദിവസമാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഈ അദാനി വിഷയത്തിൽ പാർലമെന്റ് ശീതകാല സമ്മേളനം ഇപ്പോൾ തടസ്സപ്പെടുന്നത്. എന്തായാലും ഈ അദാനി വിഷയം മാത്രമല്ല, മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങളും വയനാടിന് കേന്ദ്ര സഹായം അടക്കമുള്ള വിഷയങ്ങളും ഉത്തർപ്രദേശിലെ വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി അടിയന്തര പ്രമേയ നോട്ടീസുകൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭാലിലെ വർഗീയ സംഘർഷം അത് യോഗി സർക്കാർ ആളിക്കത്തിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എ റഹീം എം പി ഈ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അത് റൂൾ 267 പ്രകാരമാണ് അദ്ദേഹം നോട്ടീസ് നൽകിയത്. അദ്ദേഹം നാളെയും ആ നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടുന്നതും വർഗീയ ചേരിതിരിവിന് കാരണമാകുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സംഭാൽ എന്ന് പറയുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. പഴയ മസ്ജിദുകളുടെ മേൽ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുക, അതൊരു ആദ്യം സിവിൽ തർക്കമായിട്ടും പിന്നീട് അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവുമായിട്ടും ഉയർത്തിക്കൊണ്ടുവരിക. കമ്മ്യൂണൽ പോളറൈസേഷനാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അത്. വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് BJP നടത്തുന്നത്. അതോടൊപ്പം തന്നെ അദാനി വിഷയത്തിൽ അദാനിയെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടാണ് പ്രതിപക്ഷം എടുത്തത്. അദാനിയെ മോദി സർക്കാർ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. And the government, please let me speak. And the government is protecting him. നാളെയും എന്തായാലും പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഇതേ അദാനി വിഷയം തന്നെ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ശീതകാല സമ്മേളനത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലടക്കമെല്ലാം തന്നെയും കൊണ്ടുവരില്ല എന്ന് BJP അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അദാനി വിഷയം ഈ ഒരു ശീതകാല സമ്മേളനത്തെ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെ തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭ തുടങ്ങുമ്പോൾ തന്നെ ഈ അദാനി വിഷയം ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.